ലെബനനിൽ കരാക്രമണത്തിന് ഇസ്രായേൽ സൈന്യം തയ്യാറെടുക്കുന്നതിനിടെ സമാധാന ചർച്ചകൾക്കായി 21 ദിവസത്തെ വെടിനിർത്തൽ അഭ്യർത്ഥനയുമായി അമേരിക്കയും സഖ്യകക്ഷികളും രംഗത്തെത്തി. അതേസമയം ലെബനനിൽ ഹിസ്ബുള്ള തീവ്രവാദികൾ ജനവാസ മേഖലയിൽ ശേഖരിച്ചു വെച്ചിരുന്ന ആയുധങ്ങൾ പൊട്ടിത്തെറിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഇസ്രായേൽ പ്രതിരോധ സേന പുറത്തുവിട്ടു. ഇസ്രായേലിനു നേരെയുള്ള ഹിസ്ബുള്ള തീവ്രവാദികളുടെ ആക്രമണം തുടരുന്ന സാഹചര്യത്തിലാണ് മുൻ തീരുമാനം മാറ്റി കര ആക്രമണത്തിന് ഇസ്രായേൽ സൈന്യം നീക്കം ആരംഭിച്ചിരിക്കുന്നത്. ഹിസ്ബുള്ള എല്ലാ പരിധികളും ലംഘിച്ചിരിക്കുകയാണെന്നും വൈകാതെ തന്നെ അവർക്ക് ശക്തമായ മറുപടി നൽകുമെന്നുള്ള ഇസ്രായേൽ സൈനിക മേധാവി ലഫ്റ്റനന്റ് ജനറൽ ഹെർസി ലാഹേവിയുടെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് സൈന്യം കര ആക്രമണത്തിന് തയ്യാറെടുപ്പ് ആരംഭിച്ചിരിക്കുന്നത്. ലെബനനിൽ കരയാക്രമണം നടത്താൻ തങ്ങൾ ഉടൻ ലക്ഷ്യമിടുന്നില്ലെന്ന് ഇസ്രായേൽ സൈന്യം പറഞ്ഞിരുന്നു. എന്നാൽ ഇസ്രായേലിന്റെ പല മേഖലകളിലേക്കും റോക്കറ്റ് മിസൈൽ ആക്രമണങ്ങൾ രൂക്ഷമായതിന് പിന്നാലെയാണ് തിരിച്ചടിക്കാൻ ഇസ്രായേലും തീരുമാനിക്കുന്നത്. ഹിസ്ബുള്ള ജനവാസ മേഖലകൾ ആയുധപ്പുരകളാക്കിയിരിക്കുകയാണെന്ന വാദത്തിന് സ്ഥിരീകരണവുമായി ദൃശ്യങ്ങളും ഇസ്രായേൽ സേന പുറത്തുവിട്ടു. ഇസ്രായേൽ ആക്രമണത്തിന് പിന്നാലെ ആയുധശേഖരങ്ങൾക്ക് തീപിടിച്ച് ലബനനിലെ ജനവാസ മേഖലകളിൽ വീണ്ടും സ്ഫോടനങ്ങൾ ഉണ്ടാകുന്ന ദൃശ്യങ്ങളാണ് ഇസ്രായേൽ സേന പുറത്തുവിട്ടിരിക്കുന്നത്. ഇസ്രായേലിന്റെ തെക്കൻ മേഖലയിലെ നഗരമായ എലേറ്റിൽ ഹിസ്ബുള്ള നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ 2 പേർക്ക് പരിക്കേറ്റിരുന്നു. രണ്ടാമത്തെ ഡ്രോൺ ഇസ്രായേൽ സൈന്യം തകർത്തിരുന്നു. ഹമാസ് ഭീകരർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഹിസ്ബുള്ളയും ഇസ്രായേലിനു നേരെ ആക്രമണം നടത്താൻ ആരംഭിച്ചത്. ഇതിനു പിന്നാലെ വടക്കൻ മേഖലകളിൽ നിന്നുള്ളവർ പലായനം ചെയ്തിരുന്നു. ഇതോടെയാണ് തങ്ങളുടെ പൗരന്മാർ അവരുടെ വീടുകളിലേക്ക് മടങ്ങുമെന്നും സുരക്ഷിതമായി താമസിക്കാനുള്ള അന്തരീക്ഷം ഒരുക്കുമെന്നും ഇസ്രായേൽ പ്രഖ്യാപിച്ചത്. ലബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി വ്യോമാക്രമണം വ്യാപിപ്പിച്ചതിന് പിന്നാലെ റിസർവ് സൈനികരെ ഇസ്രായേൽ തിരികെ വിളിച്ചിരുന്നു. നേരത്തെ ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദിന്റെ ടെൽ അവീവിലെ ആസ്ഥാനത്തിന് നേരെ ബാലിസ്റ്റിക് മിസൈൽ പ്രയോഗിച്ചതായി ഹിസ്ബുള്ള അവകാശപ്പെട്ടിരുന്നു. ടെൽ അവീവിനെ ലക്ഷ്യമാക്കിയെത്തിയ ബാലിസ്റ്റിക് മിസൈൽ ആകാശത്ത് വെച്ച് തകർത്തതായി ഇസ്രായേൽ വക്താവ് പറഞ്ഞു. ആക്രമണങ്ങൾ ശക്തമായതോടെയാണ് സമാധാന ചർച്ചകൾക്കായി ഇസ്രായേൽ ലബനൻ അതിർത്തിയിൽ 21 ദിവസത്തെ വെടിനിർത്തൽ അഭ്യർത്ഥനയുമായി അമേരിക്കയും സഖ്യകക്ഷികളും രംഗത്തെത്തിയിരിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്.